വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥ പഠനം ഇന്നേക്ക് 500 ദിവസം പിന്നിടുമ്പോൾ നാം വിശുദ്ധ ഗ്രന്ഥത്തിന്റെ 87% ഇതുവരെ പഠിച്ചു എന്നത് പരിശുദ്ധാത്മാവ് നൽകിയ ഒരു വരദാനമായി നമുക്ക് കണക്കാക്കാം. എനിക്ക് മാർഗനിർദ്ദേശം തന്ന് സഹായിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് വൈദികന്മാർക്കും സന്യാസിനികൾക്കും പ്രത്യേകം നന്ദി. 1 കൊറിന്ത്യർ 9-16 തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല. അതെന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ദിവസേന 4000 പേരിലേക്ക് ഈ വചന സന്ദേശം എത്തുന്നു എന്നതിൽ ദൈവത്തിന് സ്തുതിയർപ്പിക്കുന്നതോടൊപ്പം ഈ ചെറിയ സംരംഭം നാം ഓരോരുത്തരും വഴി അനേകരിലേക്ക് എത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് മുന്നോട്ടു പോകാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സഭയുടെ ദൌത്യം ആരംഭിക്കുന്നു എന്നതാണ് മുഖ്യ സന്ദേശം. യേശുവിന്റെ സേവനത്തിൽ നിന്ന് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനത്തിലേക്കുള്ള ഒരു പാത ഇവിടെ കാണാം. ലൂക്കോസ് തന്റെ സുവിശേഷത്തിന്റെ തുടർച്ചയായി യേശുവിന്റെ പ്രവർത്തനങ്ങളും ഉപദേശങ്ങളും ഈ പുസ്തകത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു. യേശു 40 ദിവസത്തോളം ശിഷ്യന്മാരോടൊപ്പം ഇരുന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. യേശു ശിഷ്യന്മാരോട് ജെറുസലേമിൽ കാത്തിരിക്കുവാൻ പറഞ്ഞു. പരിശുദ്ധാത്മാവിനാൽ അവർ പൂരിതമായിക്കൊള്ളും എന്നും അരുളിച്ചെയ്തു. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. 1-ാം അധ്യായം 8-ാം തിരുവചനം. യേശു സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു. അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, അല്ലയോ ഗലീലയരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തിരിച്ചുവരും. പരിശുദ്ധ കന്യകാമാതാവ്, ശിഷ്യന്മാർ, സ്ത്രീകൾ, സഹോദരന്മാർ എന്നിവർ ഒരുമിച്ച് പ്രാർത്ഥനയിൽ സ്ഥിരമായി നിന്നു. പത്രോസിന്റെ നേതൃത്വത്തിൽ യേശുവിനെ ഒറ്റിക്കൊടുത്ത് പുറത്തായ യൂദാസിനു പകരം മത്തിയാസ് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പസ്തോലന്മാരുടെ എണ്ണം വീണ്ടും 12ആയി. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.